സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്കറിൻ്റെ സൈസ് എങ്ങനെയാണ് ക്യാൻവയിൽ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് നമ്മുടെ പ്രിൻ്ററിൽ ഇടുന്ന പേപ്പറിൻ്റെ സൈസാണ്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന പ്രിൻ്ററിലെ പേപ്പറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 33-48 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ആ ഒരു സൈസിൽ നമ്മളൊരു ഡോക്യുമെൻറ്റ് ക്യാൻവ ആപ്പിൽ ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. അത് 33-48 സെൻറ്റിമീറ്ററിൽ. അതിനുശേഷം ഒരു ബ്ലാങ്ക് പേജ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ എലമെൻസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലുള്ള ലൈൻസ് കിട്ടും. അത് ഷേപ്സിൻ്റെ സെക്ഷൻ ാണ് ഉണ്ടാവുക. ആ ഒരു ലൈൻസ് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതുപോലെ മെഷർമെൻറ്റ് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു 2.5ലേക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു 2.5ലാണ് ഞാൻ സ്റ്റിക്കറിൻ്റെ സൈസ് ഇപ്പം ഫസ്റ്റ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിക്കേഴ്സ് ഇതിലേക്ക് എടുത്തതിന് ശേഷം ആ ഒരു ലൈൻസിനനുസരിച്ചിട്ട് ഓരോ സ്റ്റിക്കറും ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ റീസൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു സെയിം ആ ഒരു ലൈൻ്റെ അതേ ഹൈറ്റ് കണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റിക്കറിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് ആ ഒരു 2.5 സെൻറ്റിമീറ്ററിനാണ്. അപ്പോൾ അതുപോലെ കണക്കാക്കിയിട്ട് ഇപ്പോൾ നമുക്ക് ഈ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ 3 സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ 3ൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ഈ സ്റ്റിക്കർ മാത്രമല്ല എന്ത് കാര്യത്തിൻ്റെ ആണെങ്കിലും ഫോട്ടോൻ്റെ അതൊക്കെ ആണെങ്കിലും സൈസ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു ലൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് പ്രിൻ്റ് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിക്കേഴ്സിൻ്റെ സൈസ് ഞാൻ ക്യാൻവയിൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. താങ്ക്